Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ അതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതുകൂടാതെ അവരുടെ ഇൻകം ഏതൊക്കെയാണ്, അവരുടെ എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ പഠിച്ചു. നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ്. എന്നാൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ അവരുടെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്നത് ആദ്യമായി വരുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, മറ്റൊന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് പഠിക്കണം. അതേപോലെ തന്നെ എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുക എന്ന് പഠിക്കണം. അതേപോലെ തന്നെ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പക്ഷെ അതിന്റെ മുമ്പ് നമുക്ക് ആദ്യം ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് പഠിക്കണം. അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് കൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ സവിശേഷത എന്താണ്, അവരുടെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിവിടെ ഫീച്ചേഴ്സ് എന്ന് പറയും, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം, അതേപോലെ തന്നെ അവരുടെ സവിശേഷതകൾ. ഇങ്ങനെ ഏത് ടേം ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇവിടെ മനസ്സിലാക്കുന്നത് ഇവരുടെ പ്രത്യേകത എന്താണ് എന്നാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് such organizations are formed for providing service to a specific group or public such as education, health care, sports and so on. അതായത് ഇത്തരം സ്ഥാപനങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ഫോർ പ്രൊവൈഡിങ് സർവീസ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓർ പബ്ലിക്. ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനോ അല്ലെങ്കിൽ പബ്ലിക്കിനോ, പബ്ലിക് എന്ന് പറയുമ്പോൾ മൊത്തമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രൂപ്പ്, അതായത് ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയിട്ടോ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. സച്ച് ആസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സ്പോർട്സ് ആൻഡ് സോ. അതായത് എഡ്യൂക്കേഷൻ പോലെയുള്ള, ഹെൽത്ത് കെയർ പോലെയുള്ള, അതേപോലെ തന്നെ സ്പോർട്സ് പോലെയുള്ള, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ പറയുന്നത് നോക്കുക. These are organized as charitable trusts or societies. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് എന്തായിട്ടാണ്? ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റികളായിട്ടോ ആണ് ഇത്തരം സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത്? ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ടു സച്ച് ഓർഗനൈസേഷൻ. അതായത് ഇത്തരം സ്ഥാപനങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് പറയുന്നത് മെമ്പേഴ്സ്. അതായത് സബ്സ്ക്രൈബേഴ്സ് ടു സച്ച് ഓർഗനൈസേഷൻസ് ആർ കോൾഡ് മെമ്പേഴ്സ്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് മെമ്പേഴ്സ്. അപ്പോൾ ഇതിലെല്ലാ അംഗങ്ങളെയും വിളിക്കുന്നത് മെമ്പേഴ്സ് എന്ന പേരിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലോ അല്ലെങ്കിൽ ഒരു ക്ലബിലൊക്കെ അംഗമാണെങ്കിൽ അവിടെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആ ക്ലബിലെ ആരാണ്? മെമ്പറാണ് എന്നാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഓർത്തു വെക്കുക. നമുക്ക് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. മറ്റൊന്ന് പറയുന്നത് their affairs are usually managed by managing or executive committee elected by its members. അതുകൂടെ ഓർത്തു വെക്കുക. എന്താ പറയുന്നത്? their affairs are usually managed. ഇത്തരം സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം ഓർഗനൈസേഷന്റെ അഫയേഴ്സ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ആരാണെന്നാ പറയുന്നത്? മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഇലക്റ്റഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ഇതിന്റെ മെമ്പേഴ്സ് തന്നെ തെരഞ്ഞെടുത്ത ഒരു മാനേജിങ് കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഒരു ക്ലബ്ബിൽ അംഗമാണെങ്കിൽ ക്ലബ്ബിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ആ മെമ്പേഴ്സിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരു മാനേജിങ് കമ്മിറ്റിയെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും. അവരാണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? അതിൻ്റെ ആ മാനേജിങ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നുണ്ടായിരിക്കാം. പ്രസിഡന്റ് ഉണ്ടായിരിക്കും, സെക്രട്ടറി ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെമ്പേഴ്സിൽ നിന്ന് തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാകുന്നത്. ഇനി ഇതിൽ നാലാമതായിട്ട് പറയുന്നത് ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആർ സബ്സ്ക്രിപ്ഷൻസ്, ഡൊണേഷൻസ്, ലെഗസീസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ് ആൻഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്സ് എക്സെട്ര. അതായത് ഇത്തരം സ്ഥാപനങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം ഏതാണ് എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഒരുപാട് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഇൻകം ലഭിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഏതാണെന്ന് ഇവിടെ
പറയുന്നത്. അവരുടെ പ്രധാന ഇൻകം ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. അത് ഒന്ന് സബ്സ്ക്രിപ്ഷൻസ്. നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻസ് എന്താ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അവരുടെ മെമ്പേഴ്സിൽ നിന്ന് കിട്ടുന്ന ആ വരിസംഖ്യയാണ് മാസത്തിലായിട്ടോ അല്ലെങ്കിൽ വർഷത്തിലായിട്ടൊക്കെ കൊടുക്കുന്ന ആ വരിസംഖ്യയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഡൊണേഷനാണ്. നമുക്കറിയാം ഡൊണേഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. നമുക്കറിയാം പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതല്ലാതെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സംഭാവനയാണ് നമ്മൾ ഡൊണേഷൻ എന്ന് പറയുന്നത്. ഇതിൽ മെമ്പേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. മെമ്പേഴ്സോ അല്ലെങ്കിൽ മെമ്പേഴ്സിന് പുറത്തുള്ള ആളുകളോ ആണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈബ്രറി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈബ്രറി ബുക്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡൊണേഷനും ഉണ്ട്. അതേപോലെ തന്നെ പ്രത്യേക ആവശ്യം പറയാതെ സാധാരണ രീതിയിൽ കൊടുക്കുന്ന ഡൊണേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൊണേഷനെ രണ്ടായി വേർതിരിക്കാം. ഇങ്ങനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡൊണേഷനെ നമ്മൾ സ്പെസിഫിക് ഡൊണേഷൻ എന്നും, അതല്ലാതെ സാധാരണ രീതിയിൽ കൊടുക്കുന്ന ഡൊണേഷനെ നമ്മൾ ജനറൽ ഡൊണേഷൻ എന്നുമാണ് വിളിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ലെഗസീസ്. ലെഗസീസ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അവരുടെ മരണാനന്തരം എന്ത് ചെയ്യാറുണ്ട്, അവരവരുടെ സ്വത്തിൽ നിന്നൊക്കെ കുറച്ച് ഭാഗം എന്ത് ചെയ്യാറുണ്ട്, ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ ലെഗസീസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്ന് ഗ്രാൻഡ് ഇൻ എയ്ഡ്. ഗ്രാൻഡ് ഇൻ എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റു ലോക്കൽ ബോഡീസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ലഭിക്കുന്ന ആ സഹായത്തെയാണ് ഇവിടെ ഗ്രാൻഡ് ഇൻ എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടോ ഒക്കെ എന്ത് കിട്ടും, അവർക്കൊരു ഇൻകം കിട്ടും. അങ്ങനെ കിട്ടുന്ന ഇൻകമാണ് ഇവിടെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എറ്റ്സെട്ര. ഇത് അല്ല, അതുപോലെ തന്നെ ഇനിയും ഇതേപോലെ മറ്റു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് ദി ഫണ്ട്സ് റൈസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻസ് ത്രൂ വേരിയസ് സോഴ്സസ് ആർ ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ വേരിയസ് സോഴ്സിലൂടെ റൈസ് ചെയ്ത ഈ ഫണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഒന്നുകിൽ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാലും ശരിയാണ്, ജനറൽ ഫണ്ട് എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പോൾ അതിനെ ക്യാപിറ്റൽ ഫണ്ട് എന്നും ജനറൽ ഫണ്ട് എന്നും വിളിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഇനി ആറാമതായിട്ട് പറയുന്നത് സർപ്ലസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ്സ് ദ മെമ്പേഴ്സ്. അവിടെ നോക്കുക, പറയുന്നത് എന്താണ്, സർപ്ലസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ്സ് ദി മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഈ സർപ്ലസ് എന്ത് ചെയ്യുന്നില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, നമുക്ക് പറയാം. സർപ്ലസ് എന്ന് പറയുന്നത് അവരുടെ ഒരു വർഷത്തെ ഇൻകത്തിൽ നിന്നും അവർക്ക് ആ വർഷമുണ്ടായ എക്സ്പെൻസ് കഴിച്ച് ബാക്കി വന്നതിനെയാണ്, ആ മിച്ചം വന്നതിനെയാണ് നമ്മുടെ സർപ്ലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ ഓരോ വർഷവും ഇവിടെ എക്സ്പെൻസ് കഴിച്ച് ബാക്കി വന്ന തുക എന്ത് ചെയ്യുന്നില്ല, ഇവർ ലാഭം വീതിക്കുന്നത് പോലെ അല്ലെങ്കിൽ ബിസിനസ്സിൽ ലാഭം വീതിക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നില്ല, ഇവർ മെമ്പേഴ്സിൻ്റെ ഇടയിൽ അത് വീതിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പകരം അവർ ചെയ്യുന്നത് അവിടെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് അത് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ജനറൽ ഫണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, അവർ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെമ്പേഴ്സിന് എന്ത് കൊടുക്കുന്നില്ല, പ്രത്യേക ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ലാഭവിഹിതമോ അങ്ങനെയുള്ള സംഭവമൊന്നും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഈ സർപ്ലസ് വീതിച്ച് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ, ഇതെന്താണ്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെമ്പേഴ്സിന് ഇങ്ങനെ പ്രത്യേക ഒരു വിഹിതം അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇൻകം ഒന്നും ഇതിൽ നിന്ന് ലഭിക്കില്ല. ഇനി ഏഴാമതായിട്ട് പറയുന്നതാണ് ദ ഏൺ ദെയർ റെപ്യൂട്ടേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻ ടു ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. അതായത് ഇത്തരം സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അവരുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള അവിടെ കോൺട്രിബ്യൂഷൻ നോക്കിയിട്ടാണ് അവരുടെ റെപ്യൂട്ടേഷൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബിസിനസ്സൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്, ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ നോക്കുന്നത് എങ്ങനെയാണ്, അവരുടെ പ്രോഫിറ്റ്, അതേപോലെ തന്നെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന്, കസ്റ്റമേഴ്സിന് നൽകുന്ന സർവീസ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ ഇത്തരം സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ കണക്കാക്കുന്നത് എങ്ങനെയാണ്, ഓൺ ദ ബേസിസ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഇവർ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ മനസ്സിലാക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നാണ്. ഇത് മനസ്സിലാക്കി പഠിക്കാം, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് നമുക്ക് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കി പഠിക്കാൻ കഴിയും. അതായത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടതുണ്ട്, ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുക എന്ന് പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ആ 7 പോയിൻ്റാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്,
ഇവരുടെ സർവീസ് ഏതൊക്കെ രൂപത്തിലുള്ള സർവീസാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അത് ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് എങ്ങനെയാണത് എന്തായിട്ടാണത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കുന്ന പേര് എന്താണ്, മെമ്പേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞു. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് ഇതിൻ്റെ അഫയേഴ്സൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണെന്നാണ്. നമുക്കറിയാം മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് മാനേജ് ചെയ്യുന്നത്. ഇനി ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ആ മാനേജിങ് കമ്മിറ്റി എങ്ങനെയാണ് വരുന്നത്? ഇലക്റ്റഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. അതിൻ്റെ മെമ്പേഴ്സ് സെലക്ട് ചെയ്യുന്ന ആളുകളാണ്. അതേപോലെ തന്നെ അതിൽ നാലാമത്തെ പോയിന്റിൽ പറഞ്ഞത് അതിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണെന്നാണ്. ഒരുപാട് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇൻകമാണ് നമ്മൾ പറഞ്ഞത് സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ലെഗസീസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്, അതേപോലെ തന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എറ്റ്സെട്ര, അതുപോലുള്ള മറ്റും ഇൻകം. ഈ അഞ്ചാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് ദി ഫണ്ട്സ് റൈസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻസ്. ആ ഓർഗനൈസേഷൻസ് ഒക്കെ റൈസ് ചെയ്ത ഫണ്ടിൽ പറയുന്ന പേരെന്താണെന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, അതും ഓർത്ത് വെക്കുക. ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ജനറൽ ഫണ്ട് എന്നാണ് പറയുന്നത്. രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ആറാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞതാണ് ഈ സർപ്ലസ്, സ്ഥാപനത്തിന് കിട്ടുന്ന സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തെ ഇൻകത്തിൽ നിന്നും അതിൻ്റെ എക്സ്പെൻസ് കഴിച്ച് ബാക്കി വന്നതിനെയാണ് സർപ്ലസ് എന്ന് പറയുന്നത്. ആ സർപ്ലസ് എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സർപ്ലസ് എന്താണ് ചെയ്യുന്നത്? അത് അവരുടെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ആഡഡ് ടു ദി ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട്. അപ്പോൾ നമ്മൾ ആ പോയിന്റ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. സർപ്ലസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ്സ് ദി മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഈ സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, പകരം ഇറ്റ് ഈസ് ആഡഡ് ടു ദി ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. ജനറൽ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു? അത് ആഡ് ചെയ്യുന്നു. They earn their reputation on the basis of contribution to the welfare of the society. ഇത്തരം സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവർ സമൂഹത്തിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവർ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. ഓക്കെ.